വാ നീ യേശുവിങ്കൽ വാ, നിൻ ഹൃദയത്തിൽ അവനിടം താ, നിന്റെ ഹൃദയത്തിൽ അവനിടം താ. വാ നീ യേശുവിങ്കൽ വാ, നിൻ ഹൃദയത്തിൽ അവനിടം താ, നിന്റെ ഹൃദയത്തിൽ അവനിടം താ. വരുമ്പോൾ നീ എന്തു കൊണ്ടുവന്നു, ഇനി പോകുമ്പോൾ നീ എന്തു കൊണ്ടുപോകും. വരുമ്പോൾ നീ എന്തു കൊണ്ടുവന്നു, ഇനി പോകുമ്പോൾ നീ എന്തു കൊണ്ടുപോകും. എങ്ങനെ നീ ഈ ലോകത്തിൽ വന്നു, ഇനി എങ്ങനെ ഈ ലോകം വിട്ടുപോകും. എങ്ങനെ നീ ഈ ലോകത്തിൽ വന്നു, ഇനി എങ്ങനെ ഈ ലോകം വിട്ടുപോകും. വാ നീ യേശുവിങ്കൽ വാ, നിൻ ഹൃദയത്തിൽ അവനിടം താ, നിന്റെ ഹൃദയത്തിൽ അവനിടം താ. വാ നീ യേശുവിങ്കൽ വാ, നിൻ ഹൃദയത്തിൽ അവനിടം താ, നിന്റെ ഹൃദയത്തിൽ അവനിടം താ. മനുഷ്യരിൽ ദൈവഭയമില്ല, ഭൂവിൽ മനുഷ്യർക്കു സമാധാനമില്ല. മനുഷ്യരിൽ ദൈവഭയമില്ല, ഭൂവിൽ മനുഷ്യർക്കു സമാധാനമില്ല. മനുഷ്യന്മേൽ ദൈവം തന്റെ കോപം വരാൻ നേരമായെന്നോർത്തു വന്നിടുക. മനുഷ്യന്മേൽ ദൈവം തന്റെ കോപം വരാൻ നേരമായെന്നോർത്തു വന്നിടുക. വാ നീ യേശുവിങ്കൽ വാ, നിൻ ഹൃദയത്തിൽ അവനിടം താ, നിന്റെ ഹൃദയത്തിൽ അവനിടം താ. വാ നീ യേശുവിങ്കൽ വാ, നിൻ ഹൃദയത്തിൽ അവനിടം താ, നിന്റെ ഹൃദയത്തിൽ അവനിടം താ. നീതിമാനെ ഓർത്തിടുന്ന ദൈവം വീണ്ടും നീതിമാനായി വന്നിടുമേ വാനിൽ. നീതിമാനെ ഓർത്തിടുന്ന ദൈവം വീണ്ടും നീതിമാനായി വന്നിടുമേ വാനിൽ. പാപി നിന്നെ വിളിക്കുന്നു താതൻ, നിന്റെ പാപം വിട്ടു വന്നിടുക വേഗം. പാപി നിന്നെ വിളിക്കുന്നു താതൻ, നിന്റെ പാപം വിട്ടു വന്നിടുക വേഗം. വാ നീ യേശുവിങ്കൽ വാ, നിൻ ഹൃദയത്തിൽ അവനിടം താ, നിന്റെ ഹൃദയത്തിൽ അവനിടം താ. വാ നീ യേശുവിങ്കൽ വാ, നിൻ ഹൃദയത്തിൽ അവനിടം താ, നിന്റെ ഹൃദയത്തിൽ അവനിടം താ. അടുത്ത മകലയുമായി ഉച്ചഭാഷയുടെ ശ്രദ്ധാബന്ധങ്ങൾക്കുള്ളിൽ ഞങ്ങളുടെ വാക്കുകളെ സശ്രദ്ധയും ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വിശേഷാൽ ക്രൈസ്തവ സമൂഹം, മറ്റിതര വിഭാഗം ജനങ്ങൾ യേശുക്രിസ്തുവിന്റെ ജന്മദിനത്തെ ആഘോഷിക്കുന്ന ഒരു സുന്ദര ദിനത്തിന്റെ ദിനങ്ങളിലാണ് നാം ഓരോരുത്തരും. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം.
മഞ്ഞു പൊഴിയുന്ന ഡിസംബർ മാസം ബേത്ലഹേമിൽ ആടുകൾക്ക് കാവൽ നിന്ന ദൂതന്മാർക്ക് മുന്നിൽ സ്വർഗീയ ദൂതന്മാർ അവരുടെ അടുക്കൽ വന്ന് പാടിയ ഒരു ഗാനത്തിൻ്റെ വാക്കാണ് ഞാൻ പറഞ്ഞത്. ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്കുകളാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമി ദൈവ പ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. മനുഷ്യനേറെ കൊതിക്കുന്ന ഒന്നാണ് സമാധാനം. ജീവിതത്തിങ്കിൽ സമാധാനം വേണം. സമാധാനം മനുഷ്യന് നൽകിക്കൊടുക്കുവാനാണ് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. ഐക്യരാഷ്ട്ര സംഘടന 1981 സമാധാന ചർച്ചകൾ നടത്തി. 1982 സെപ്റ്റംബർ 21 ലോകസമാധാനത്തിൻ്റെ ആദ്യ വർഷത്തിൻ്റെ ആഘോഷങ്ങൾ നടത്തി. ലോകത്തിൽ സമാധാനത്തിൻ്റെ മണിമുഴക്കങ്ങൾ ഉയർന്നു കേട്ടു. സമാധാനത്തെ പിന്തുടരുവാൻ ലോകത്തെ പ്രചോദിപ്പിച്ച, ആഹ്വാനം ചെയ്ത ഗാന്ധിജിയും ബുദ്ധനും ജനിച്ച ഒരു രാജ്യത്താണ് നമ്മൾ. അത് നമുക്ക് അഭിമാനകരമാണ്. എന്നാൽ മനുഷ്യന്റെ വ്യക്തിപരമായിരിക്കുന്ന ജീവിതത്തിലേക്ക് ശ്രദ്ധിച്ചാൽ, മനുഷ്യന്റെ വ്യക്തിപരമായിരിക്കുന്ന ജീവിതത്തിൽ പലപ്പോഴും സമാധാനങ്ങൾ അതിന്റെ ജീവിതത്തിൽ പ്രാപിക്കപ്പെടുവാൻ കഴിയുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്താണ് അതിന്റെ കാര്യമെന്ന് അനവധി മനുഷ്യർ അത് ചിന്തിക്കുന്നുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിലെ മനോരമയിൽ വന്ന ഒരു ചിന്താവിഷയം കൂടെ ഞാൻ പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സമാധാനത്തെക്കുറിച്ച്. പുഴയോരത്ത് തുണി അലക്കുവാൻ വന്ന ആ അലക്കുകാരൻ താൻ പുഴയരികിൽ വെച്ച് കല്ലിന് മുകളിൽ ഒരു വ്യക്തി ഇരുന്ന് ധ്യാനിക്കുകയാണ്. അലക്കുകാരൻ വളരെ സമയം വെയിറ്റ് ചെയ്തു. ഈ വ്യക്തി ധ്യാനം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ തുണി അലക്കാം. എന്നാൽ വളരെ സമയമായിട്ടും ആ മനുഷ്യൻ അവിടെ എഴുന്നേൽക്കാതിരുന്നപ്പോൾ വിനയത്തോട് അലക്കുകാരൻ ചോദിച്ചു, അങ്ങ് ഈ കല്ലിൽ നിന്നൊന്ന് എഴുന്നേറ്റാൽ ഞാൻ ഈ തുണിയൊന്നു അലക്കാമായിരുന്നു. ആ മനുഷ്യൻ ആ കല്ലിൽ നിന്നും എഴുന്നേറ്റ് മാറി. അലക്കുകാരൻ തുണി അലക്കി കഴിയുമ്പോൾ വീണ്ടും ആ കല്ലിന്റെ മുകളിൽ ഇരുന്ന് ധ്യാനിക്കാം എന്ന് ചിന്തിച്ച് അല്പം മാറി ധ്യാനത്തോടുകൂടി ഇരിക്കുകയുണ്ടായി. ധാരാളം തുണികളുമായി കടന്നു വന്ന ഈ അലക്കുകാരൻ ആവേശത്തോടു കൂടി തന്റെ തുണികളെല്ലാം അലക്കി വെളുപ്പിക്കുന്ന ആവേശത്തോടു കൂടി ജോലി ചെയ്യുമ്പോൾ കല്ലിൽ ചിതറിത്തെറിക്കുന്ന വെള്ളം അല്പം അകന്ന് ധ്യാനിച്ചു കൊണ്ടിരുന്ന വ്യക്തിയുടെ ശരീരത്തിൽ അത് വീഴുകയുണ്ടായി. തന്റെ വസ്ത്രം നനയുകയും തന്റെ ദേഹം നനയുകയും വസ്ത്രം അത് വൃത്തികേട് ആയപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരുന്ന ആ മനുഷ്യന് പെട്ടെന്ന് ദേഷ്യം വന്നു. എന്താണ് ഈ കഥയുടെ സാരം? എന്താണ്? മാറി നിന്ന് ധ്യാനിച്ച മനുഷ്യന്റെ ഹൃദയം അസ്വസ്ഥമായിരുന്നു. ഇത് തന്നെയാണ് മനുഷ്യന്റെ ജീവിതത്തിൽ. പുറമെ മനുഷ്യൻ വളരെ സന്തോഷമുള്ളവനാ ആയിരിക്കുന്നതായി നാം കാണുന്നു എങ്കിലും അവന്റെ ഉള്ളം പലപ്പോഴും അസ്വസ്ഥമാണ്. മനുഷ്യന്റെ ഹൃദയങ്ങൾ നിരവധി ഈ പ്രശ്നങ്ങളിൽ അകപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവന്റെ മനസ്സ് അസ്വസ്ഥമാകുന്നത് കൊണ്ട് ധ്യാനിച്ചിരുന്ന ഗുരുവിന് ദേഷ്യം വന്നതുപോലെ മനുഷ്യന് പലപ്പോഴും ഈ മനുഷ്യന്റെ അസ്വസ്ഥത കൊണ്ട്, മനസ്സിന്റെ അസ്വസ്ഥത കൊണ്ട് ദേഷ്യങ്ങളും കോപങ്ങളും മനുഷ്യ ജീവിതത്തിൽ കുത്തൊഴുക്ക് പോലെ മനുഷ്യ ജീവിതത്തിൽ കാണപ്പെടുകയാണ്. ചിലർ പറയാറില്ലേ, എന്റെ ജീവിതത്തിൽ കുറച്ചൊരു സമാധാനം നിങ്ങൾ നൽകി തരൂ എന്ന് ചിലപ്പോൾ ചിലർ പറയാറുണ്ട്. തന്നോട് ഒരാള് ദേഷ്യപ്പെടുമ്പോൾ ചിലർ പറയുന്ന വാക്കാണ്, എനിക്ക് കുറച്ച് സമാധാനം നൽകി തരൂ. എന്താണ് അവര് അങ്ങനെ പറയുവാൻ കാരണം? ഒരാൾ ദേഷ്യപ്പെട്ടപ്പോൾ മനസ്സിന്റെ സമാധാനങ്ങൾ നഷ്ടമായി. അവർ കേട്ട വാക്കുകൾ നിമിത്തം മനസ്സിന് അസ്വസ്ഥതയായപ്പോൾ
പെട്ടെന്ന് ദേഷ്യങ്ങൾ വന്നു ചേരുകയാണ്. എന്താണ് ഇതിന്റെ എല്ലാം കാരണം എന്താ എന്ന് അന്വേഷിച്ചാൽ മനുഷ്യന്റെ ജീവിതത്തിൽ സമാധാനമില്ല. അതാണ് യഥാർത്ഥ കാരണങ്ങൾ. സമാധാനമില്ലാത്തത് കൊണ്ട് വാക്കുകൾ കേൾക്കുമ്പോൾ അസമാധാനങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്നു. ദുഃഖമെന്ന് പറയട്ടെ, കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ നാം വായിച്ച ഒരു കാര്യമുണ്ട്. വിവാഹം നിശ്ചയിച്ച ഒരു പെൺകുച്ചിന്റെ വിവാഹം നടക്കാതെ വന്നു. ഇതിന്റെ കാരണം സ്ത്രീധനമായിരുന്നു. വാക്കുമാറിയതുകൊണ്ട് വിവാഹം കഴിക്കുവാൻ ആഗ്രഹിച്ച പുരുഷനും വീട്ടുകാരും വാക്കുമാറിയതുകൊണ്ട് യൗവനക്കാരി മരിക്കുവാൻ ഇടയായിത്തു. അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. സമാധാനമില്ലാതെ പോയതാണ് അതിന്റെ യഥാർത്ഥ കാരണങ്ങൾ. അടുക്കൽ ഈ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിന്റെ അടുക്കിലുള്ള ചേർത്തലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ച ഒരു കാര്യം നമുക്ക് അറിയാം, നാം കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. 6 മാസം മാത്രം കുടുംബജീവിതത്തിന്റെ ദൈർഘ്യം. ആ 6 മാസത്തിന്റെ ഉള്ളിൽ 6 മാസങ്ങളിൽ സ്വന്തം ഭാര്യയെ ഭർത്താവ് കഴുത്ത് ഞെരിച്ചു കൊന്നു. ആ മനുഷ്യൻ പോലീസിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: എന്റെ ജീവിതത്തിന്റെ സമാധാനമില്ല, കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കഴിയുന്നില്ല, എത്ര അഡ്ജസ്റ്റ് ചെയ്തിട്ടും സമാധാനങ്ങൾ ജീവിതത്തിൽ കൈവരിക്കുവാൻ കഴിയുന്നില്ല, ഇവൾ നിമിത്തം എനിക്ക് സമാധാനമില്ല. ഭാര്യയുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയുണ്ടായി. എന്തിനിങ്ങനെ ചെയ്തു? എന്റെ ജീവിതത്തിൽ സമാധാനം നൽകി തരാത്ത ഒരുവനെ ഒരുവൻ മാറ്റുകയാണ്. 3 മാസം മാത്രം ദൈർഘ്യമുള്ള ഒരു കുടുംബജീവിതത്തിന്റെ കഥകളും കഴിഞ്ഞ ദിവസങ്ങളിൽ കേൾക്കുവാൻ ഇടയായി തീർന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ ഭർത്താവ് പാലത്തിൽ നിന്നും വെള്ളത്തിലേക്ക് ചാടി മരിക്കുകയുണ്ടായി. മരിക്കുന്നതിന് മുമ്പ് ഭാര്യയുടെ ആങ്ങളയ്ക്ക് മെസ്സേജ് അയച്ചു: ഞാൻ ആത്മഹത്യ ചെയ്യുവാൻ പോകുകയാണ്, പെങ്ങൾ നിമിത്തം എന്റെ ജീവിതത്തിൽ സമാധാനമില്ല. ഞാൻ പറഞ്ഞതല്ല, മനുഷ്യന്റെ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളാണ്. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പലപ്പോഴും ചോദിച്ചു. പല പ്രശ്നങ്ങൾ വരുമ്പോൾ പലരും പലരോടും ചോദിക്കുന്നുണ്ട്, എന്റെ ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങളാ, എന്താ ചെയ്യേണ്ടത്? പല ചോദ്യങ്ങൾക്കും മറുപടിയില്ല. പല പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ കണ്ടെത്താൻ കഴിയുന്നില്ല. ഒന്നിന് പിന്നാലെ ഒട്ടനവധി പ്രശ്നങ്ങൾ മനുഷ്യന്റെ വ്യക്തിപരമായിരിക്കുന്ന ജീവിതത്തിലും കുടുംബജീവിതത്തിലും മനുഷ്യൻ അനുഭവിക്കുമ്പോൾ പല ചോദ്യങ്ങൾക്കും മറുപടിയില്ലാതെ മനുഷ്യ ജീവിതങ്ങൾ കൈപ്പുള്ളതായി തീരുമ്പോൾ പ്രശ്നങ്ങളുടെ നടുവിലാണ് ഈ ശബ്ദപരിധിക്കുള്ളിൽ വാക്ക് കേൾക്കുന്ന ബഹുമാന്യ ശ്രോതാവേ, താങ്കളുടെ ജീവിതത്തിലും പ്രശ്നങ്ങളാൽ കടുങ്കട്ട് വീണതുപോലെ അഴിച്ചു കളയാൻ പറ്റാത്ത, അഴിക്കുന്തോറും മുറുകുന്നത് പോലുള്ള പ്രശ്നങ്ങളാണ് ജീവിതത്തിൽ കടന്നു വരുന്നത് എങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് മക്കൾ വിളിച്ചു പറയുവാൻ കഴിയും, വ്യക്തിപരമായിരിക്കുന്ന ജീവിത പ്രശ്നങ്ങളാണോ, കുടുംബപരമായ ജീവിത പ്രശ്നങ്ങളാണോ, തൊഴിൽ മേഖലകളിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണോ, എന്ത് പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരങ്ങൾ അത് മനുഷ്യനെപ്പോഴും എല്ലാ കാലങ്ങളിലും ആഗ്രഹിക്കുന്നതാണ്. പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല എന്ന് കരുതി ഭാരപ്പെടേണ്ട കാര്യമില്ല. പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകിത്തന്ന ഒരുവനുണ്ട്. ബേഥലേഹേമിൽ മനുഷ്യവർഗത്തിന്റെ സമാധാനത്തിന് വേണ്ടി ജനിച്ച് മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിങ്കിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ തന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങളുണ്ട്. ഈ പ്രഭാഷണങ്ങൾ ഈ വഴിയോരത്ത് ഞാൻ നടത്തുമ്പോഴും ഒരു കാലങ്ങളിൽ ഞാനും പ്രശ്നങ്ങളുടെ നടുവിലാണ്, പ്രയാസങ്ങളുടെ നടുവിലാണ്. യേശുക്രിസ്തുവിങ്കിലുള്ള വിശ്വാസമായിരുന്നു ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ ലഭ്യമായത് എന്ന് ഈ വഴിയോരത്ത് നിന്ന് പ്രാഗൽഭ്യത്തോട് വിളിച്ചു പറയുവാൻ കഴിയും. എന്റെ വ്യക്തിപരമായിരിക്കുന്ന ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ഞങ്ങൾ അനുഭവിക്കുന്ന, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും രഹസ്യം എന്ന് പറഞ്ഞാൽ അത് ഭൗതികമല്ല, അത് ആരോഗ്യം കൊണ്ട് നേടിയെടുത്തതല്ല, സമ്പത്തുകൾ നേടിത്തന്നതല്ല, ക്രിസ്തു യേശുവിങ്കിൽ നിന്നും അത് പ്രാപിച്ചത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു തന്റെ പ്രഭാഷണത്തിൽ ഇങ്ങനെ പറയുകയുണ്ടായി: ലോകം തരാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ലോകം തരുന്ന സമാധാനമുണ്ട്,
സമ്പത്തുകൾ ഒരു സമാധാനമാണ്, കുടുംബത്തിന്റെ ഐശ്വര്യങ്ങൾ ഒരു സമാധാനമാണ്, ആരോഗ്യമുള്ള തലമുറകൾ, ഭാവിയുള്ള കുഞ്ഞുങ്ങൾ, അനുഗ്രഹിക്കപ്പെട്ടവർ, ജീവിതത്തിന്റെ എല്ലാ ഉയർച്ചകളും ഒരു സമാധാനമാണ് എന്ന് മനുഷ്യന് ആവർത്തിച്ച് പറയുമ്പോഴും ധ്യാനിച്ചിരുന്ന ഗുരുവിന്റെ മനസ്സിന്റെ അസ്വസ്ഥതകൾ പോലെയാണ് എല്ലാം ഉണ്ടായിട്ടും മനുഷ്യന്റെ ജീവിതത്തിൽ മനുഷ്യന് സമാധാനങ്ങൾ പ്രാപിക്കപ്പെടുവാൻ കഴിയുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. സമാധാനമില്ലാത്തത് കൊണ്ടാണ് മനുഷ്യൻ പലപ്പോഴും മദ്യത്തിൽ ആശ്രയിക്കും. മദ്യപാനിയായിട്ട് ഒരു മനുഷ്യൻ ഇവിടെ ജനിക്കുന്നില്ല. ജീവിതത്തിന്റെ പെരുമരുത്ത ജീവിത സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ആ പ്രശ്നങ്ങളിൽ നിന്നും ഒരു മോചനങ്ങൾ ഉണ്ടാകുവാൻ വേണ്ടി മനുഷ്യൻ മദ്യത്തിൽ ആശ്രയിക്കുമ്പോൾ, മദ്യം മനുഷ്യന്റെ ജീവിതത്തിൽ ഇന്നും പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരങ്ങൾ നൽകി തന്നിട്ടില്ല. പിന്നോട്ടുള്ള കാലങ്ങളും ചരിത്രങ്ങളും തിരിഞ്ഞു നോക്കിയാൽ മനുഷ്യന് പറയുവാൻ കഴിയും, മദ്യം മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ നൽകി തന്നിട്ടില്ല. പിന്നെ എന്താണ് മദ്യം കൊണ്ട് മനുഷ്യൻ നേടിയെടുത്തത് എന്ന് ചിന്തിച്ച പ്രശ്നങ്ങളുടെ സങ്കീർണതകളായിരുന്നു ആ കുടുംബത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മദ്യപാനം നിമിത്തം മദ്യം മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് ഒരാശ്വാസം നൽകിത്തരുമെന്ന് ആശ്രയിച്ച്, അതിന്റെ ചിറകിൽ മറവിൽ ആശ്രയിച്ച മനുഷ്യന്റെ ജീവിതത്തിലെല്ലാം പ്രശ്നങ്ങളുടെ വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. എന്താണ് മനുഷ്യന്റെ പ്രശ്നങ്ങളുടെ വർധനവ? പ്രശ്നമുള്ള മനുഷ്യൻ മദ്യപിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു ഭവനത്തിന് യോഗ്യമല്ലാത്ത നിലകളിൽ തന്റെ വാക്കുകളും പ്രഭാഷണങ്ങളും സംസാരങ്ങളും, ഒരു കുടുംബത്തിന് യോജിക്കാത്ത ഒരു ഭാര്യയോട് സംസാരിക്കാൻ കൊള്ളാത്ത, കുഞ്ഞുങ്ങളോട് പറയുവാൻ യോഗ്യമല്ലാത്ത പല ഭാഷകളും ആ കുടുംബത്തിൽ ഉയരുമ്പോൾ നോക്കണം, മുൻപ് അങ്ങനെയല്ലായിരുന്നു. ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും മദ്യപിച്ചു വന്ന പിതാവ് നിമിത്തം ആ ഭവനത്തിന്റെ കേൾക്കപ്പെടുന്ന ഭാഷകള് യോഗ്യമല്ലാതെ തീരുമ്പോൾ പ്രശ്നങ്ങളുടെ വർധനമല്ലേ ഇന്നലെക്കാട്ടിലും പ്രശ്നങ്ങളുടെ വർധനമായി തീരുന്നു? അത് മാത്രമാണോ? സാമ്പത്തികമായ പ്രശ്നങ്ങൾ മനുഷ്യനെ അഭിമുഖീകരിക്കേണ്ടി വരികയാണ്. മദ്യപാനം നിമിത്തം മനുഷ്യന്റെ കൃഷിയിലെ സമ്പത്തുകൾ അവര് നഷ്ടമാക്കുകയാണ്. തനിക്കും തന്റെ കുടുംബത്തിനും ഉപയോഗിക്കേണ്ട ധനങ്ങള് മദ്യപാന നിമിത്തം നഷ്ടമാക്കുകയാണ്. സമ്പത്തിന്റെ നഷ്ടം മാത്രമാണോ മദ്യപാന മുഖാന്തരം മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? അത് മാത്രമല്ല പ്രിയ ശ്രോതാവേ, ഒന്നിച്ച് ജീവിക്കാൻ കൈകൊടുത്ത് ചേർത്ത് പിടിച്ച, ജീവിതത്തിൽ മുമ്പോട്ട് കാഴ്ചപ്പാടുകൾ വെച്ച് നടന്നു നീക്കിയ ഭാര്യയിൽ നിന്നും മദ്യപാനം നിമിത്തം ഭർത്താവിന് അകച്ചകൾ ഉണ്ടാകുകയാണ്. കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് ചിന്തിച്ച്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി രാവും പകലും അധ്വാനിച്ച് അവരെ നല്ല നിലയിൽ വളർത്തിയെടുക്കുവാൻ ആഗ്രഹിച്ച കുടുംബത്തിൽ മദ്യപാനം നിമിത്തം കുഞ്ഞുങ്ങൾ ആ പിതാവിൽ നിന്നും അകന്ന് മാറുകയാണ്. ഒരു കാലത്ത് പുരുഷന്മാരുടെ മാത്രം കുത്തകയായിരുന്ന മദ്യപാനം ഇന്ന് സ്ത്രീകളിലേക്കും ലഹരി വസ്തുക്കളുടെ സ്വാധീനങ്ങൾ ഏറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മാനസിക സമ്മർദ്ദങ്ങള് മനുഷ്യന്റെ ജീവിതത്തിൽ ഒന്നിന് പിന്നാലെ ഒന്നായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആധുനിക ജീവിതത്തിന്റെ യാത്രയെങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിൽ സമ്മർദ്ദങ്ങൾ ഏറിയപ്പോൾ മനുഷ്യൻ ലഹരിയിൽ ആശ്രയിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ പലപ്പോഴും പലയിടത്തും അങ്ങനെയുള്ള ജീവിത അനുഭവങ്ങൾ കാണുമ്പോൾ അത് വ്യക്തികളിൽ തകർച്ചകൾ വരികയാണ്, നഷ്ടങ്ങൾ വരികയാണ്. ആരോഗ്യമുള്ള ഒരു ശരീരത്തിന്റെ ഉടമയായ വ്യക്തിക്ക് സ്വന്തം ആരോഗ്യങ്ങള് നഷ്ടമാകുകയാണ്. നഷ്ടങ്ങളല്ലേ പ്രിയ ശ്രോതാവേ ജീവിതത്തിങ്കിൽ മദ്യം വരുത്തി വെച്ചിരിക്കുന്നത്? സമാധാനമില്ലാത്തത് കൊണ്ട്, സ്വസ്ഥതകളില്ലാത്തത് കൊണ്ട്, പ്രശ്നങ്ങളിൽ അകപ്പെട്ടു പോയിരിക്കുന്നത് കൊണ്ട് മദ്യം മനുഷ്യന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു പ്രശ്ന പരിഹാരങ്ങള് നൽകി തരികയില്ല. മദ്യം മനുഷ്യന്റെ ജീവിതത്തിൽ അസ്വസ്ഥതകളുടെ വർധനവും ഒറ്റപ്പെടുന്ന ജീവിത അനുഭവങ്ങളും വളർത്തിയെടുത്തുകൊണ്ടുവന്ന അഭിമാനങ്ങള് നഷ്ടമാക്കുകയും ചെയ്യുക. മാന്യതകൾ പലപ്പോഴും നഷ്ടമാക്കുകയാണ്. മദ്യം നിമിത്തം അവിവേകങ്ങൾ സംഭവിക്കുകയും സ്വഭാവ ദൂഷ്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുകയും
മാന്യമായി പെരുമാറാൻ കഴിയാതെ ആ അനുഭവത്തിങ്കിലേക്ക് മനുഷ്യൻ എത്തിച്ചേർന്ന പല നഷ്ടങ്ങളും മനുഷ്യന്റെ ജീവിതത്തിങ്കിൽ അത് വരുത്തുമ്പോൾ മറ്റു മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ നൽകിത്തരുന്നില്ല എന്നത് സമൂഹത്തിൽ വ്യക്തികൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നു എങ്കിൽ തന്നെയും പലപ്പോഴും മറ്റത്തിന്റെ ആസക്തിയിൽ നിന്ന് മനുഷ്യനൊരു മോചനം നേടുവാൻ കഴിയാതിരിക്കുമ്പോൾ പ്രിയ ശ്രോതാവേ, ജീവിതത്തിൽ ഒരു മാറ്റം താങ്കൾ ആഗ്രഹിക്കുന്നില്ലേ? എല്ലാ മനുഷ്യനും എല്ലാ കാലങ്ങളിലും മാറ്റങ്ങൾ ആഗ്രഹിക്കുകയാണ്. മാറ്റങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കൊച്ചുകുടിയിൽ പാർക്കുന്ന ഒരു മനുഷ്യനാകുന്നുവെങ്കിൽ അവൻ ആഗ്രഹമാണ് സൗകര്യമുള്ള ഒരു വീട് തനിക്ക് ലഭ്യമാകും. ഒരു മാറ്റം അവൻ വീടിനൊരു മാറ്റം അവൻ ആഗ്രഹിക്കുക. സാമ്പത്തികമായിരിക്കുന്ന ഇടുക്കങ്ങളും ഞെരുക്കങ്ങളും ഞെരുക്കങ്ങളും ജീവിതത്തിലുള്ളപ്പോൾ സാമ്പത്തികമായി ഉന്നമനമുള്ള ഒരു തൊഴിലുകള് ആ മനുഷ്യൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ജീവിതത്തിന്റെ ആ പരിധിയും പരിമിതികളും ഒന്ന് മാറി വിശാലതകളിലേക്ക് എത്തിച്ചേരുവാൻ മനുഷ്യന്റെ ഹൃദയങ്ങൾ തുടിക്കുമ്പോൾ ഇന്ന് മകൾ ശ്രദ്ധിക്കുക പ്രിയ വ്യക്തിയെ, ഈ മാറ്റങ്ങൾ എല്ലാ മനുഷ്യനും എല്ലാ കാലങ്ങളിലും എല്ലാ നൂറ്റാണ്ടുകളിലും മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒന്ന് ആയിരിക്കുമ്പോൾ എങ്ങനെ മനുഷ്യൻ ആഗ്രഹിച്ചിട്ടും മാറ്റങ്ങൾ വരുത്തുവാൻ മനുഷ്യന്റെ ജീവിതത്തെങ്കിൽ കഴിയാതെ മനുഷ്യൻ പരാജയപ്പെടുമ്പോൾ, മനുഷ്യൻ സങ്കടപ്പെട്ടു പോകുമ്പോൾ മനുഷ്യ ജീവിതത്തെങ്കിൽ മാറ്റം വരുത്തുവാൻ കഴിവുള്ളതാണ് സുവിശേഷത്തിനും ദൈവവചനത്തിനും മനുഷ്യ ജീവിതത്തെങ്കിൽ മാറ്റം വരുത്തുവാൻ കഴിയും. എങ്ങനെ മാറ്റം വരുത്തിയിട്ടുണ്ട്? ധനഭോജികളായിരിക്കുന്ന മനുഷ്യരെ ധനസ്നേഹിയാക്കിയത് സുവിശേഷമാണ്. സുവിശേഷത്തിന്റെ അതുല്യമായിരിക്കുന്ന ശക്തി എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ കഴിവുള്ളതാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ കഴിയുന്ന ഏക പ്രഭാഷണം, ഏക അഭിശബ്ദം എന്ന് പറയുന്നത് ദൈവവചനത്തിന്റെ ശബ്ദമാണ്. ആമി മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ കഴിയുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അനേക പ്രഭാഷണങ്ങൾ കേൾക്കുന്ന സമൂഹങ്ങൾക്ക് പലപ്പോഴും പല മാറ്റങ്ങൾ വന്നു എന്ന് പറയുമ്പോഴും ശാശ്വതമായ ഒരു മാറ്റം മനുഷ്യന്റെ ജീവിതത്തിൽ കൈവരിക്കുവാൻ കഴിയുന്നത് സുവിശേഷത്തിന്റെ ശബ്ദം കൊണ്ട് മനുഷ്യ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ കഴിയും. സ്വഭാവങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ കഴിയും. ചിന്തകൾക്ക് മാറ്റം വരുത്തുവാൻ കഴിയും. ജീവിത സാഹചര്യങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ കഴിയും. നഷ്ടപ്പെട്ടു പോയതിന് ആ അസമാധാനത്തെ മടക്കി ജീവിതത്തിങ്കിലേക്ക് നൽകിത്തന്ന ജീവിതത്തിങ്കിൽ മാറ്റം വരുത്തുവാൻ കഴിയും. എങ്ങനെ സുവിശേഷത്തിന്റെ ശബ്ദങ്ങൾക്ക് ഈ തെരുവോരത്ത് ഈ പ്രഭാഷണം നടത്തുന്നതും സുവിശേഷത്താൽ മനുഷ്യ ജീവിതത്തിൽ മാറ്റം വരുത്തുക, കുടുംബങ്ങളിൽ മാറ്റം വരുത്തുവാൻ, കുടുംബങ്ങളെ സമാധാനം നൽകി തരുക, സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയാണ് ഈ ശബ്ദങ്ങൾ ഇവിടെ ഉയരുന്നത്. മനുഷ്യനിൽ മാറ്റം വരുത്തുവാൻ കഴിയുന്ന സുവിശേഷത്തിന്റെ ശബ്ദങ്ങൾ ആരെല്ലാം ചെവിചായ്ക്കുന്നുവോ, ആരെല്ലാം തന്റെ ഹൃദയങ്ങളില് ഇത് കൈക്കൊള്ളുന്നുവോ അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാനും സമാധാനം പ്രാപിക്കപ്പെടുവാനും പ്രത്യാശ കൊണ്ട് ഈ ഭൂമി ജീവിക്കപ്പെടുവാനും ഇടയായിത്തീരും. ദേവരുടെയും ജീവിതത്തിൽ പ്രത്യാശയില്ലാതെ പോകുന്നതാണ് മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്. പ്രത്യാശ എന്ന് പറയുമ്പോൾ നാളുകളെ കുറിച്ച് മനുഷ്യരൊരു സ്വപ്നങ്ങൾ ഉണ്ടെങ്കിലും പ്രതീക്ഷകൾ കൈവിട്ടു പോകുന്ന ജീവിതത്തിന്റെ സാഹചര്യങ്ങളാണ്. സ്വപ്നങ്ങൾ ഒരുപാടുണ്ട്. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കപ്പെടുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. വീണുടഞ്ഞ ചില്ലിപ്പാത്രം പോലെ അനേകർ ജീവിതത്തെങ്കിലും ആ സ്വപ്നങ്ങൾ ഉടഞ്ഞു പോകുകയാണ്. ചിന്തിച്ചതുപോലെ, വിചാരിച്ചതുപോലെ, ആലോചിച്ചതുപോലെ ഒന്നുമല്ല. കാണുന്നതും കേൾക്കുന്നതും ജീവിതത്തിങ്കിൽ അനുഭവിക്കുന്നതുമായവ അവർ തുലനം ചെയ്യുമ്പോൾ സ്വപ്നം കണ്ടതുപോലെ ചിന്തിച്ചതുപോലെയുമല്ല കുടുംബജീവിതം പരിവരുത്തതായ സങ്കടങ്ങളുള്ള വേദനകളുള്ള ഈ കുടുംബജീവിതത്തിൽ മനുഷ്യൻ പലപ്പോഴും പ്രത്യാശയില്ലാത്തവരാ ജീവിക്കുമ്പോൾ ഇന്ന് മകൾ ഞങ്ങൾക്ക് ഈ വഴിയോരത്ത് നിന്ന് വിളിച്ചു പറയുവാൻ കഴിയും. പ്രത്യാശയില്ലാത്ത മനുഷ്യന്റെ ജീവിതത്തിൽ പ്രത്യാശ നൽകി തരുവാൻ കഴിവുള്ളതാണ് സുവിശേഷം എന്ന് പറയുന്നത്. നാളുകളെ കുറിച്ച്, നാളുകളിലെ ആമി സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുക, കുഞ്ഞുങ്ങൾക്ക് ഭാവി ജീവിതങ്ങളെ നൽകി കൊടുക്കുക, വ്യക്തി ജീവിതത്തിന്റെ ഭാവി ജീവിതങ്ങളെ സുരക്ഷിതമാക്കുക, ജീവിതത്തിന്റെ സമാധാനം നൽകി തരുവാൻ കഴിവുള്ള ഒന്നാണ് സുവിശേഷം എന്ന് പറയുന്നത്. അത് യേശു ക്രിസ്തുവിൽ കൂടെ ഒരു മനുഷ്യൻ തന്നെ ഉള്ളിലേക്ക് ആ സമാധാനങ്ങൾ അനുഭവിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ പ്രത്യാശയും മാറ്റങ്ങളും ഉണ്ടാകും. മനുഷ്യന്റെ ഉള്ളത്തിലേക്കൊന്ന് ചിന്തിച്ച്, ഉള്ളിലേക്ക് ഉള്ളിലാണ് ദുഃഖങ്ങൾ, ഉള്ളിലാണ് വേദനകൾ, ഉള്ളിലാണ്
പ്രശ്നങ്ങള്, മനുഷ്യന്റെ ഉള്ളങ്ങള് പലപ്പോഴും ഒരു അഗ്നി പർവ്വതം പോലെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പുറത്തേക്ക് ഒഴുകുന്ന ലാവ പോലെയാണ് പലപ്പോഴും മനുഷ്യന്റെ ഉള്ളമെന്ന് പറയുന്നത്. ആ ഉള്ളമിങ്ങനെ പർവ്വതം പോലെ അത് കത്തി ജ്വലിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നോക്കണമേ, ഉള്ളിൽ അസമാധാനങ്ങൾ ഉള്ളപ്പോൾ ജീവിതത്തിന്റെ ഉള്ളത്തിലെ അസമാധാനങ്ങളെ എടുത്തു നീക്കുവാൻ